52 കുടുംബങ്ങൾക്ക് വഴി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ ജനപ്രതിനിധികൾ ആരുമില്ലേ? നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ലേ എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. പക്ഷേ വോട്ട് രാഷ്ട്രീയം എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം റിസോർട്ടുകൾ അവിടെ നടത്താൻ പ്രാപ്തിയുള്ളവർക്ക് രാഷ്ട്രീയ പാർട്ടികളെ അടക്കം വിലയ്ക്ക് വാങ്ങാനുള്ള ശേഷിയുണ്ടാകും. അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചില ഒഴിവുകൾ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ഇതിൽ നിന്നൊക്കെ അധികാരി വർഗ്ഗങ്ങൾ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു 52 കുടുംബങ്ങളുടെ ദുരവസ്ഥ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അവർക്ക് നടപ്പുവഴി പോലും ഇല്ലാതെ ആകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പലപ്പോഴും വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം പദ്ധതികൾ പല പ്രദേശങ്ങളിലേക്കും എത്തുന്നത്. അവിടെ ശുദ്ധമായ വായുവുണ്ടാവും, ശുദ്ധമായ ജലമുണ്ടാകും, ഏറ്റവും പ്രകൃതി രമണീയമായ ഒരു ഭൂപ്രദേശവുമാകും. അവിടെയുള്ള പ്രദേശവാസികൾക്കടക്കം വികസനത്തിന്റെ നാൾവഴി തുറന്നു നൽകുന്നു എന്നതായിരിക്കും അവരുടെ വാഗ്ദാനം. അതുകൊണ്ട് തന്നെ വലിയ വിയോജിപ്പുകളും ഉണ്ടാകില്ല. ഇവിടെയും പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊരു പ്രൊജക്ട് അവിടെ നടപ്പിലാക്കുന്നതിനോട് ആ പ്രദേശവാസികൾക്ക് ഒരു തരത്തിലുമുള്ള എതിർപ്പില്ല. പക്ഷേ അവിടെ 25 ഏക്കർ ഭൂമി എന്നത് മറ്റു പല പ്രദേശങ്ങളെയും വളഞ്ഞുകൊണ്ടാണ് ഈ റിസോർട്ട് മാഫിയ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിനുള്ളിൽ പെട്ടുപോകുന്ന 52 കുടുംബങ്ങൾക്ക് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതാണ് ന്യൂസ് 18 ഇന്നലെ തുറന്നു കാണിച്ചത്. എങ്കിൽ ആ വിഷയത്തിൽ ഇപ്പോൾ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. അതായത് ഈ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഈ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി TJ ആഞ്ചലോസിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ LSGD പ്രിൻസിപ്പൽ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ വഴി നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുരവസ്ഥ ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ ആണ് ഇത്തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുന്നത്. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ തന്നെയാണ് ചേരുന്നത്. ശരണ്യ, ഇന്നലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സൂചിപ്പിച്ചു, എന്തുകൊണ്ട് ജനപ്രതിനിധികൾ ഇടപെടുന്നില്ല, തദ്ദേശ ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നില്ലേ എന്ന്. അവിടെയൊക്കെ സാങ്കേതികമാകുന്ന പിഴവുകളും ബുദ്ധിമുട്ടുകളുമായിരുന്നു ഉയർത്തി കാണിച്ചത്. എങ്കിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഇടപെടൽ ഉണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. ശരണ്യ, തീർച്ചയായിട്ടും അത് പ്രതീക്ഷാവഹം എന്ന് തന്നെ പറയാം. കാരണം മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇന്നലെ അവിടെയുള്ള ആളുകളെ കണ്ടു എന്നതിനപ്പുറത്തേക്ക് ഇന്ന് ആ ഒരു പ്രദേശത്തേക്ക് എത്തി ആ പ്രദേശത്തിന്റെ ഒരു അവസ്ഥ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കുകയാണ്. അതായത് ഭീമാകാരമായ മതിലുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ കുടുംബങ്ങൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ ദുരവസ്ഥയാണ് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തത്. അതായത് അതൊരു ഭൂമാഫിയ, അതായത് 7 ഏക്കറിലാണ് ആദ്യം തുടങ്ങിയതെങ്കിൽ ആ 7 ഏക്കറിൽ നിന്ന് വ്യാപിച്ച് ഒരു പ്രദേശത്തെ ആകെ ഉൾപ്പെടുത്തി 25 ഏക്കറിലേക്ക് ആ റിസോർട്ടിന്റെ സ്ഥലം വ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുണ്ടായ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിയത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, കിടപ്പ് രോഗികളായ ആളുകൾ, സ്ത്രീകൾ, കുട്ടികൾ, ഇവരൊക്കെ തന്നെ ഉപയോഗിച്ചിരുന്ന അവരുടെ പഴയ വഴികൾ, ഏത് പ്രോപ്പർട്ടി വാങ്ങിയാലും വഴി നൽകുക എന്നുള്ളത് അത് അടിസ്ഥാനപരമായി നൽകേണ്ട അവകാശമാണ്. ആ വഴി ഉപയോഗിച്ചുകൊണ്ടിരുന്ന മനുഷ്യരുടെ അവകാശം കൂടിയാണ്. അത്തരം ഒരു അവകാശത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അവർക്ക് മറ്റൊരു നല്ല രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കി നൽകാമെന്നുള്ള മോഹന വാഗ്ദാനം നൽകി ഒടുവിൽ അവരെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അവിടുത്തെ ജനങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ പ്രതിഷേധത്തിന്റെ പാതയിലേക്ക് വന്നത്. അവർക്ക് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമായി മാറുന്നു. കാരണം 25 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നിടത്ത് ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ വീടിന്റെ കെട്ടിട നമ്പർ മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് തകർന്ന അവസ്ഥയിൽ കിടക്കുന്ന വീടുകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ വാങ്ങിക്കൂട്ടിയ റിസോർട്ട് ഉടമകൾക്ക് ആ വീടിന്റെ കെട്ടിട നമ്പറുകൾ ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ CRZ മേഖലയിലുള്ള അവിടെ കെട്ടിട നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ കടക്കാൻ കഴിയൂ. അഭിലാഷ്, നിബിഡ വനം പോലെ 25 ഏക്കറോളം വരുന്ന പ്രദേശത്തിന്റെ ഭൂരിഭാഗം ഇടങ്ങളും മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കുട്ടികൾ ഉൾപ്പെടെ സ്കൂളിൽ പോകുന്നത് ഈ കാട് പിടിച്ചു കിടക്കുന്ന ഈ പ്രദേശത്തോട് ആണ് ഇവർ പോകുന്നത്. ഒരു മരണം നടന്നിട്ട് JCB ഉപയോഗിച്ച് വഴി തെളിച്ചിട്ട് കുട്ടികളെ കൊണ്ടുപോകേണ്ട, ആ മരണ സാഹചര്യത്തിൽ ആ മൃതദേഹം കൊണ്ടുപോകേണ്ട അവസ്ഥ വന്ന ദുരവസ്ഥയുള്ള മനുഷ്യർ, അവരും ഈ കാലഘട്ടത്തിൽ നമ്മളോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതാണ് ന്യൂസ് 18 ചൂണ്ടിക്കാട്ടിയത്. അവർക്ക് തീർച്ചയായും നീതി വേണ്ടതാണ്. അടിസ്ഥാന ആവശ്യങ്ങൾ 25 ഏക്കറോളം വരുന്ന ഭൂമിയുള്ള ആളുകൾക്ക് 1.5 മീറ്റർ സ്ഥലം വിട്ടു നൽകാൻ, 1.5 മീറ്റർ വീതം ചിലയിടങ്ങളിൽ മാത്രം സ്ഥലം വിട്ടു നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താണ് ഈ സമൂഹത്തിന് വേണ്ടി അവർക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 3-4 സെന്റുള്ള മനുഷ്യർ അവിടെ 1.5 മീറ്റർ വീതം അവരുടെ ഭൂമി വിട്ടു നൽകി 5 വർഷമായി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർ
അവിടുത്തെ ഭരണ സംവിധാനങ്ങളും എവിടെയെന്നുള്ള ചോദ്യം ഉയർന്നു നിൽക്കുന്നു. എന്തായാലും ഈ സംഭവം, അതായത് നമ്മൾ ഇന്നലെ ഇത്തരത്തിൽ മനുഷ്യർ അവിടെ ഒറ്റപ്പെട്ടു പോകുന്നു, അവരോട് ഒഴിഞ്ഞു പോകാൻ സമ്മർദ്ദം ചെലുത്തി അവരുടെ ഏറ്റവും മനോഹരമായ ഭൂമി അവർ കൈയടക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇവിടെ ആ പ്രദേശത്ത് തന്നെയുള്ള TJ ആഞ്ചലോസ്, അദ്ദേഹം മത്സ്യത്തൊഴിലാളി വിഭാഗത്തിന്റെ നിന്ന് പ്രവർത്തിച്ച CPIയുടെ മുൻ ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം AITUCയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിക്ക് ഇന്നലെ വാർത്തയ്ക്ക് പിന്നാലെ ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി അദ്ദേഹം പരാതി നൽകുന്നു. അതിനകത്താണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചിരുന്നു. ഇതിലൊരു ഭീകരാവസ്ഥയെക്കുറിച്ച് അദ്ദേഹവും ബോധവാനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അദ്ദേഹം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ വൈകിട്ടോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിന് മറുപടി നൽകിയിട്ടുണ്ട്. LSDD പ്രിൻസിപ്പൽ ഡയറക്ടറോട് നടപടി സ്വീകരിക്കാനായുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്നലെ തന്നെ പഞ്ചായത്തിൽ നിന്നും 2 ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവിടുത്തെ സമീപവാസികളിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. സമീപവാസികൾ നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. പ്രതീക്ഷാവഹമാണ് കാര്യങ്ങൾ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതിൽ നിന്നും ഇന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ കുറെ കൂടി മനസ്സിലാകും അവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്താണെന്നുള്ളത്. കാരണം ഈ റിസോർട്ട് ആദ്യം കുരുവി എന്നുള്ള ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്നു. അവർ ആദ്യം 7 ഏക്കറോളം സ്ഥലം അവിടെ വാങ്ങിക്കൂട്ടുന്നു. ഏറ്റവും മനോഹരമായ ആലപ്പുഴ ബീച്ച് കഴിഞ്ഞാൽ ഏറ്റവും അധികം ടൂറിസം സാധ്യതയുള്ള പ്രൈവറ്റ് ബീച്ചുകൾക്ക് സാധ്യതയുള്ള പ്രദേശമാണ് മാരാരി. ആ മാരാരിക്കുളത്താണ് ഇത്തരത്തിലൊരു കണ്ണായ ഭൂമി മത്സ്യത്തൊഴിലാളികളായ ആളുകൾ അവരെ അങ്ങനെയാണോ അവിടെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള ചോദ്യമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം തീരദേശം മത്സ്യത്തൊഴിലാളികളുടേതാണ്, മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ഭൂപ്രദേശങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉള്ളത്. അവിടെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഇതാകട്ടെ ഒരു പ്രൊജക്റ്റ് അവിടെ വരുമ്പോൾ അതിൽ നാട്ടുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിയോജിപ്പും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. ആ പ്രൊജക്റ്റ് അവിടെ വരട്ടെ എന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. പക്ഷേ അവരെ മതിൽ കെട്ടി അടച്ച് അതിനുള്ളിൽ പെട്ടുപോകുന്നൊരു സാഹചര്യം, അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം, കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാത്ത സാഹചര്യം, ഒരു മരണം സംഭവിച്ചാൽ മൃതദേഹം പോലും പുറത്തേക്ക് എത്തിക്കാൻ പറ്റാത്ത പശ്ചാത്തലം, അവിടെയാണ് ഈ നാട്ടുകാർ പ്രതിഷേധം ഉയർത്തുന്നത്. അതിനൊരു പരിഹാരം മാത്രമാണല്ലോ അവർ തേടുന്നത്. സാധാരണ നമ്മൾ പലപ്പോഴും വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പല പ്രൊജക്റ്റുകൾക്കുമെതിരെ ഉയരുന്ന പ്രതിഷേധത്തെക്കുറിച്ചാണ്, അതുണ്ടാക്കുന്ന സാമൂഹികമായ വിഷയത്തെക്കുറിച്ചാണ്, അതുണ്ടാക്കുന്ന മലിനീകരണത്തെക്കുറിച്ചാണ്. പക്ഷേ ഇവിടെ അത്തരം പരാതികളൊന്നുമില്ല എന്നതുകൂടിയാണല്ലോ ശ്രദ്ധേയം. ശരണ്യ, അതാണ് അഭിലാഷ്. അതായത് ഈ പ്രോജക്റ്റ് തുടങ്ങുന്നത് മാരാരി ബീച്ച്, അതായത് അതിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം എന്ന് പറയുന്നത് ഒരു ഏകദേശം 3/4 കിലോമീറ്ററോളം വരുന്ന ആ മാരാരി ബീച്ച്, അതായത് ഡയറക്റ്റ് കടൽ തീരത്തിലേക്കാണ് പ്രോപ്പർട്ടി വന്ന് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ തുറന്ന ഒരു ബീച്ച് അവർക്ക് ബീച്ച് ഫ്രണ്ടായിട്ട് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ്. മറ്റേ അറ്റം എത്തി നിൽക്കുന്നത് എന്ന് പറയുന്നത് തീരദേശ ഹൈവേയുടെ, അതായത് ഏറ്റവും അധികം റോഡ് ആക്സസ് ഉള്ള തീരദേശ ഹൈവേയുടെ മുന്നിലാണ് അതിന്റെ ഫ്രണ്ടേജ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടിയായി വാങ്ങി ഏറ്റവും അറ്റത്ത് വരെ അവർ എത്തി നിൽക്കുന്നത്. ഇനി അവരുടെ ലക്ഷ്യം കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പ്രോജക്റ്റിനോട് അവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും തന്നെ യാതൊരു വിയോജിപ്പുമില്ല. അവിടെ നല്ലൊരു പ്രോജക്റ്റ് വരട്ടെ, അത് വന്നാൽ ആ പ്രാദേശികമായുള്ള ആളുകൾക്ക് തൊഴിൽ ലഭിക്കും. നമുക്കറിയാം മത്സ്യലഭ്യതയൊക്കെ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെ ദയനീയമാണ്. പല മേഖലകളും ഇപ്പോൾ ആലപ്പുഴയുടെ തീരദേശങ്ങളിൽ പല മേഖലകളും ഇപ്പോൾ ടൂറിസം സെക്ടറിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹോം സ്റ്റേകളും അത്തരത്തിലുള്ള റിസോർട്ടുകളും ഒക്കെ വന്ന് അങ്ങനെ ഒരു ഡെവലപ്മെന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ. കേരളത്തിൽ തന്നെ ഏറ്റവും ടൂറിസം സാധ്യതയുള്ള ജില്ലയുമാണ് ആലപ്പുഴ. അപ്പോൾ ആ പ്രോജക്റ്റിനെ അവിടുത്തെ നാട്ടുകാർ ആരും തന്നെ അവർ എതിർക്കുന്നില്ല. അവർ പറഞ്ഞത് ആദ്യഘട്ടത്തിൽ, ഇതിന്റെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ആദ്യഘട്ടത്തിൽ ഈ 7 ഏക്കർ സ്ഥലത്തിൽ നിന്നും 25 ഏക്കറിലേക്ക് പല ഘട്ടങ്ങളിലായി ഈ സ്ഥലം വാങ്ങി കൂട്ടുന്ന സമയത്ത് സ്വാഭാവികമായും ഈ 25 ഏക്കറിനകത്തു കൂടി സഞ്ചരിച്ചിരുന്ന ഒരുപാട് സഞ്ചാരപാതകൾ അവിടുത്തെ ആളുകൾക്കുണ്ടായിരുന്നു. ആര് സ്ഥലം വിറ്റാലും ആ പ്രോപ്പർട്ടിയിലൂടെ വഴി നടക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി വഴിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലങ്ങൾ അവർക്ക് അടിസ്ഥാനപരമായി വഴിയായി വിട്ടു നൽകേണ്ടതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ അകത്തുകൂടെ ഉണ്ടായിരുന്ന വഴികൾ അവിടുത്തെ നാട്ടുകാർ അതിനും സഹകരിച്ചു. അതായത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വഴി, നിങ്ങളുടെ പ്രോപ്പർട്ടിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു വഴിയുടെ ആവശ്യമില്ല. അപ്പോൾ അന്നത്തെ സമയത്തിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചതാണ് ഈ പ്രോപ്പർട്ടിയുടെ തെക്കേ അതിർ ഭാഗത്തായിട്ട് ഉള്ള സ്ഥലത്ത് നാട്ടുകാരും റിസോർട്ടും സ്ഥലം വിട്ടു നൽകി. എന്നുവെച്ചാൽ റിസോർട്ട് പൂർണ്ണമായി വിട്ടു നൽകേണ്ട ആവശ്യമില്ല. 2 ഭാഗങ്ങളിലും നാട്ടുകാരുടെ വീടുകൾ വരുന്ന സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പൂർണ്ണമായി അങ്ങനെ വിട്ടു നൽകി ആ സ്ഥലം ഒരു വാഹനം കയറുന്ന ഒരു റോഡായി ഡെവലപ്പ് ചെയ്ത്
എടുക്കാം എന്നുള്ള രീതിയിലുള്ള ഉറപ്പിന്മേലാണ് ഇവരെ ബാക്കിയുള്ള വഴികളെല്ലാം അടച്ചുകൊണ്ട് ഇവർ ആ രീതിയിൽ പ്രോപ്പർട്ടി വാങ്ങിക്കൂട്ടി. പക്ഷേ ഏറ്റവും ഒടുവിലായി വന്ന് അതിൻ്റെ ഫ്രണ്ടേജിലേക്ക് വരുമ്പോൾ തീരദേശ ഹൈവേയുടെ ഭാഗത്തേക്ക് കടക്കുന്നിടത്ത് വന്നപ്പോൾ റിസോർട്ട് അതിന് തങ്ങൾക്ക് ഫ്രണ്ടേജ് കുറവാണ്, അതുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി കൂടി വിറ്റാൽ അവർ വിൽക്കാൻ തയ്യാറായാൽ തങ്ങൾക്ക് ഫ്രണ്ടേജ് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ 1.5 മീറ്റർ വിട്ട് നൽകില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെയാണ് അവിടുത്തെ മുഴുവൻ മനുഷ്യരും പ്രതിസന്ധിയിലായത്. അതായത് റിസോർട്ടിന് തൊട്ടടുത്തുള്ള ഈ ഫ്രണ്ടേജിന് തൊട്ടടുത്തുള്ള പ്രോപ്പർട്ടി വിറ്റ് നൽകാൻ നാട്ടുകാർ ഇനിഷ്യേറ്റീവ് എടുത്ത് അത് വിൽപ്പിച്ച് നൽകിയാൽ അവർക്ക് ആവശ്യത്തിനുള്ള ഫ്രണ്ടേജ് കിട്ടും, അല്ലെങ്കിൽ ഞങ്ങൾ ഈ 1 മീറ്റർ തരില്ല എന്ന നിലപാട് സ്വീകരിച്ചതോടെ 5 വർഷമായ മനുഷ്യർ പ്രതിസന്ധിയിലാണ്. അതായത് അഭിലാഷ്, ഇത് ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെയാണ്: ഓരോ സ്ഥലത്തേക്കും എത്തും, അവിടെ ഉള്ള ആളുകളെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കും. ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉള്ള മനുഷ്യർ അവരായി ആവശ്യക്കാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് വിറ്റ് പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു മാനസിക നിലയിലേക്ക് ലാൻഡ് മാഫിയ അവരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അങ്ങനെ എത്തി നിൽക്കുന്നു. ഇപ്പം നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കാണിച്ച ഒരു വീട്, അതായത് ആ വീട് 2 വീടുകൾ നിൽക്കുന്നത് ചുറ്റും ഇവരുടെ പ്രോപ്പർട്ടിയാണ്. ഇപ്പർ സൈഡ് മതിൽ കെട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ചുറ്റും പ്രോപ്പർട്ടി വന്നാൽ സ്വാഭാവികമായും അകത്ത് നിൽക്കുന്നവൻ എങ്ങനെ പുറത്തേക്ക് കടക്കും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആളിൽ അവരോടും ഒക്കെ ഈ ലാൻഡ് വിൽക്കാനുണ്ടോ എന്നുള്ള ചോദ്യം അവർ ഉന്നയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ഈ വീടുകളിലെല്ലാം നമ്മൾ പോയി, അപ്പോൾ അവർ പറയുന്നത് ഭൂമി വിൽക്കാനുണ്ടോ എന്നുള്ള ചോദ്യം ഉന്നയിച്ചിരുന്നത്. അപ്പോൾ ഈ തെക്കേ അതിരിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ തീരദേശ ഹൈവേ തൊട്ട് ബീച്ച് വരെ, അതായത് പടിഞ്ഞാറ് ബീച്ച് വരെ കുട്ടികൾക്ക് അടക്കം സുരക്ഷിതമായി പോകാൻ കഴിയുന്ന ഒരു വാഹന സൗകര്യമുള്ള ഒരാൾക്ക്, ഒരു രോഗി ഉണ്ടായാൽ, ഒരു മരണം നടന്നാൽ, അല്ലെങ്കിൽ വെളിച്ചത്തിൽ, സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഒരുക്കാവുന്ന സൗകര്യങ്ങൾ ഒരുക്കി ഒരു റോഡ് വരാൻ ഉള്ള സാധ്യതയെ പൂർണ്ണമായി ഇവർ അടയ്ക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവിടെ അങ്ങനെ ഒരു ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് ആ സ്ഥലം വിട്ടു പോകാനായി ആ പ്രദേശത്തുള്ള മനുഷ്യർ തയ്യാറാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാക്കി ഒട്ടും ഉപയോഗിക്കാൻ കഴിയാത്തൊരിടമാക്കി ആ പ്രദേശത്തെ മാറ്റിക്കൊണ്ട് ആ പ്രദേശത്തുള്ള ജനങ്ങളെ ഒഴിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദമാണ് ഇതിന്മേൽ നടക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടപെട്ട് ഇതിനകത്ത് ഇടനില നിന്നുകൊണ്ട് ഇപ്പോൾ നിലവിൽ സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഈ വഴിയുടെ വിഷയത്തിനകത്തല്ല, മറിച്ച് അതിനകത്തുള്ള മതിൽ, ഈ ഭീമാകാരമായ മതിൽ, തോടുകൾ കയ്യേറിയിട്ട് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ച് പഞ്ചായത്ത് അവരെ സ്റ്റോപ്പ് മെമ്മോ ഇപ്പോൾ അടിച്ചിട്ടുണ്ട്. ഈ സ്റ്റോപ്പ് മെമ്മോ മാത്രമല്ല അവരുടെ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് റോഡാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് 25 ഏക്കർ വരുന്ന സ്ഥലത്ത് മുഴുവൻ കാട് പിടിച്ച് അവർ ആ സ്ഥലം ഒന്ന് വൃത്തിയാക്കുക പോലും ചെയ്യുന്നത് ഒരു നിബിഡ വനത്തിൻ്റെ ശൈലിയിലേക്ക് അവിടെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ രാത്രി ട്യൂഷന് പോകുന്നതും തിരിച്ചു വരുന്നതും മഴക്കാലമായാലും അവിടെ വെള്ളക്കെട്ടുമാണ്. അപ്പോൾ ഈ കുട്ടികൾ പോകുന്നതൊക്കെ ഈ ഇഴജന്തുക്കളുടെ ശല്യമുള്ള ഈ സ്ഥലത്തു കൂടിയാണ്. അതൊരു സ്വകാര്യ പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ അവിടെ സർക്കാരിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലത്തിൽ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ളത്. അപ്പോൾ ആ മനുഷ്യർ അനുഭവിക്കുന്ന ഒരു വീർപ്പുമുട്ടൽ എന്ന് പറയുന്നത് അത് നമ്മൾ പറയുന്നതിനും അപ്പുറമാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ചെന്ന ഘട്ടത്തിൽ ഓരോ വീടുകളിൽ നിന്നും സ്ത്രീകൾ ഉൾപ്പെടെ ഇറങ്ങി വന്ന്, കുട്ടികൾ ഉൾപ്പെടെ ഇറങ്ങി വന്ന് വലിയൊരു ആൾക്കൂട്ടമായി നമ്മുടെ കൂടെ മാറുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായും അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. സർക്കാർ തലത്തിൽ അത് ഒരു ഗൗരവകരമായ ഒരു അന്വേഷണം നടത്തി അവിടുത്തെ മനുഷ്യർക്ക്, അതായത് വർഷങ്ങളായി അവിടെ ജീവിച്ചു വരുന്ന പരമ്പരാഗത മത്സ്യബന്ധനം നടത്തി ജീവിച്ചു വന്ന തൊഴിലാളികളായ മനുഷ്യർക്ക് അവർക്ക് വേണ്ടത് അവിടുത്തെ പ്രോജക്റ്റിനെ അവർ തടയുകയല്ല, മറിച്ച് അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ അതിൻ്റെ തെക്കേ അതിൽ അവർക്ക് നേരത്തെ നൽകാമെന്ന് പറഞ്ഞ് ആ വഴി നൽകണം. അവിടെ സർക്കാർ കെട്ടിടങ്ങളുണ്ട്, അംഗനവാടി കെട്ടിടങ്ങൾ ഉൾപ്പെടെ അകത്ത് കിടക്കുന്നു. അപ്പോൾ തീർച്ചയായും സർക്കാരിന് ഇടപെടൽ നടത്താൻ കഴിയുന്ന ഒരു ഇടം കൂടിയാണ്. കാരണം അതിനും വഴി നഷ്ടപ്പെടുന്ന, അംഗനവാടിക്കുൾപ്പെടെ വഴി നഷ്ടപ്പെടുന്ന സ്ഥലം ആയി അത് മാറുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ നമ്മളുടെ ഒരു അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇവർ ആദ്യം പ്ലാൻ ചെയ്ത പോലെ തെക്കേ അതിരിൽ റോഡ് നൽകാം എന്ന് പറഞ്ഞതിന് ശേഷം ഇവർ ആ അതിരിന് അപ്പുറത്തേക്ക് വീണ്ടും പ്രോപ്പർട്ടികൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതായത് 1-2 പ്രോപ്പർട്ടികളായി വാങ്ങി തുടങ്ങി. അപ്പോൾ ഇവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഒരുപക്ഷെ ഇതിന് വീണ്ടും പ്രോപ്പർട്ടി അപ്പുറത്തേക്ക് കൂടി വാങ്ങി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്രോപ്പർട്ടിക്കുള്ളിൽ കൂടി വീണ്ടും ഇത് റോഡ് വരുമോ, ഈ പ്രശ്നം അത്തരത്തിൽ അത് വരികയാണെങ്കിൽ കൺസെന്റ് എന്നൊരു സാധനം ഒഫീഷ്യലായി അവർ നൽകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. മറിച്ച് അവർ നൽകുക, നിങ്ങൾക്ക് നടക്കാനുള്ള അവകാശം നൽകും. അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. അവിടുത്തെ മനുഷ്യർ അവിടെ ജീവിച്ച് വളർന്ന മനുഷ്യരാണ്. അവർക്ക്
അവരുടെ അവകാശമാണ് അവിടുത്തെ വഴി എന്നുള്ളത്. ആ വഴി അടച്ച് കൊണ്ട് ഒന്നിനും മുന്നോട്ട് പോകാനുള്ള എത്ര വലിയ വികസനമാണെന്ന് പറഞ്ഞാലും അതിന് മുന്നോട്ട് പോകാനുള്ള യോഗ്യതയോ അർഹതയോ ഇല്ല. അവിടുത്തെ മനുഷ്യരാണ്, അവിടെ ജീവിച്ചവരാണ് ആദ്യ പ്രയോറിറ്റിയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം കണക്കിലെടുക്കേണ്ടതും അവരെയാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതുപോലെ കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, നടക്കാൻ വയ്യാത്ത മനുഷ്യരുണ്ട്, ഇരുട്ടത്ത് ആ കാട് പിടിച്ച മേഖലയിലൂടെ കടന്നു പോകുന്ന ഇഴജന്തുക്കളുടെ സാന്നിധ്യത്തിൽ കടന്നു പോകുന്ന കുഞ്ഞു മക്കളുണ്ട്. അപ്പോൾ അവരെ ഉൾപ്പെടെ പരിഗണിക്കാതെ ആ ഒരു വലിയ മതിൽക്കെട്ടുകൾ, ആ ഒരു പ്രദേശത്തെ ആകെ തിരിച്ചുകൊണ്ടുള്ള മതിൽക്കെട്ടുകൾ ഉണ്ടാകുന്നത് ഒട്ടും ഭൂഷണമായി, സമൂഹത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അഭിലാഷ്, തീർച്ചയായും ശരണ്യ, അഭിനന്ദനാർഹമായ ഒരു ഇടപെടൽ തന്നെയാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത്. 5 വർഷമായി ഒരു അനുഭവിക്കുന്ന ദുരിതം, അവർ മുട്ടാത്ത വാതിലുകൾ ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിനോട് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ പശ്ചാത്തലം എന്ത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ 52 കുടുംബങ്ങൾക്ക് വഴി പോലും ഇല്ലാത്ത സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. അവരവിടെ സ്വൈര്യ ജീവിതം നടത്തിയിരുന്ന ആളുകളാണ്. അവിടേക്കാണ് ഒരു റിസോർട്ടിന്റെ പേരിൽ ആദ്യം ഒരു സംഘം കടന്നു വരികയും 7 ഏക്കർ ഭൂമി സ്വന്തമാക്കുകയും ചെയ്യുന്നത്. പിന്നീട് അതിന് ചുറ്റുമുള്ള ആളുകളുടെ വഴി ഇല്ലാതാക്കി അവരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ ഭൂമി വിൽക്കേണ്ടതായി വരുന്നു. അങ്ങനെ 25 ഏക്കറോളം ഭൂമി അവർ കൈയടക്കുന്നു. അതിനുശേഷം വലിയ മതിലുകൾ പണിയുന്നു. അങ്ങനെ മതിലുകൾ പണിയുമ്പോൾ മറ്റു പല വീടുകളും ഇതിന് ഉള്ളിലായി പോകുന്ന സാഹചര്യം, അവർക്ക് വഴി നിഷേധിക്കപ്പെടുന്ന സാഹചര്യം. ആ ഒരു സാഹചര്യത്തിലായിരുന്നു അധികൃതരെ ഇവർ ബന്ധപ്പെട്ടത് എങ്കിൽ അവിടെയൊക്കെ സാങ്കേതികമായ ചില തടസ്സങ്ങളും എതിർപ്പുകളും ഉയർന്നു വരികയാണ് ചെയ്തത് എന്ന പശ്ചാത്തലത്തിൽ ആയിരുന്നു ഈ വാർത്ത ന്യൂസ് 18 മുന്നോട്ട് കൊണ്ടുവന്നത്. അതിപ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ടവരുടെ ശ്രദ്ധയിൽ തന്നെ പെട്ടിരിക്കുന്നു എന്നതാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു പരാതി ഉയരുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്തു. തീർച്ചയായും ആ 52 കുടുംബങ്ങൾക്കും നീതി ലഭിക്കേണ്ടതുണ്ട്. അവിടെ രാഷ്ട്രീയത്തിനപ്പുറത്ത് എത്ര വലിയ സ്വാധീന ശക്തിയാണ്, എത്ര വലിയ കരുത്തരാണ് ഇത്തരത്തിൽ അവിടെ റിസോർട്ടുമായി എത്തുന്നത് എങ്കിൽ പോലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടയിടുക, അവിടുത്തെ അസ്തിത്വത്തെ ഇല്ലാതാക്കി അവരെ ആ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കുക, അതിന് അനുമതി നൽകാൻ ഒരു ഭരണകൂടവും തയ്യാറാകരുത്. മറിച്ച് അവർക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടി തന്നെയായിരിക്കണം നമ്മുടെ പൊതുസമൂഹം നിലകൊള്ളേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ ഏറെ ഗൗരവത്തോടു കൂടി തന്നെ പ്രേക്ഷകരിലേക്കും ഭരണകൂടത്തിന് മുന്നിലേക്കും എത്തിച്ചത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.